ഹലോ ഗെയ്സ്, നമ്മളിപ്പോൾ കാണാൻ പോകുന്ന താജ്മഹലിന്റെ ഉൾഭാഗത്തേക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് താജ്മഹലിന്റെ വെളിഭാഗത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ താജ്മഹലിന്റെ ഉള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പോയി കാണാവുന്നതാണ്. നിറയെ കാഴ്ചകളുണ്ട്. അതായത് ശവകുടീരവും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇനി താജ്മഹലിന്റെ ഉൾഭാഗത്ത് നമ്മൾ കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ അവിടേക്ക് പയ്യെ നടന്നു പോവുകയാണ്. രാവിലെ 9 മണി ആയി സമയം. ഉള്ളിലേക്ക് ഞാൻ കയറി. ഇതാണ് അതിൻ്റെ പ്രധാന ഭാഗം, താജ്മഹലിൻ്റെ പ്രധാന ഭാഗം. പ്രധാന കവാടം ഞാൻ കടന്നു. ഇപ്പോൾ അതിൻ്റെ താജ്മഹലിൻ്റെ പ്രധാന വ്യൂവിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര ഒരു നല്ല സൗന്ദര്യമാണ്. എത്ര കണ്ടാലും മതി വരികയില്ല, അതുപോലെ ഭയങ്കര സൗന്ദര്യമാണ് താജ്മഹലിന്. എത്ര വർഷങ്ങളായിട്ടും ആ സൗന്ദര്യത്തിന് ഒരു കുറവുമില്ല. ഇതാണ് പ്രധാന കവാടം. പ്രധാന കവാടത്തിൽ നിന്ന് നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ താജ്മഹലിനെ കാണുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു രസമാണ്. പിന്നിപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കടക്കുകയാണ്. അതായത് നമ്മുടെ മുംതാസിന്റെ ശവകുടീരവും ഉള്ള ഭാഗത്തിലേക്കാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു 2-3 കോട്ടകളുണ്ട്. അവിടെ അതും കൂടെ ഞാൻ കാണുകയാണ്. അത് ചെങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന, ചെങ്കൽ കളറിലുള്ള മാർബിളാണ്, അതിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ആ കോട്ടകളെല്ലാം അതും നമുക്ക് കാണേണ്ടതാണ്. അത് യമുനയുടെ തീരത്തായിട്ടാണ്, അത് കുറച്ചുകൂടെ യമുനയുടെ തീരത്തിന് അടുത്തായിട്ടാണ് ഈ ചെങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന, മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്ന ആ കോട്ട. അതിൻ്റെ വാതിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കട്ടിയുള്ള വാതിലാണ്. അത് നമുക്ക് കാണാൻ പറ്റും. അതിനപ്പുറത്തായി ഇതാണ് മെയിൻ പ്രധാന കവാടമാണ് ഞാനിപ്പോൾ വീണ്ടും കാണിക്കുന്നത്. ഇത് പല സൈഡിൽ നിന്നുണ്ട്, ഈസ്റ്റിൽ നിന്നുമുണ്ട്, വെസ്റ്റിൽ നിന്നുമുണ്ട്. അതിൻ്റെ ഒരു സൈഡാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നിറയെ ഗാർഡൻസ് ഉണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിൻ്റെ സൈഡിലുള്ള ഒരു കോട്ടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറി നിൽക്കുന്നതാണ്. എന്നിട്ട് അവിടുത്തെ ഗാർഡനൊക്കെ ഞാനിങ്ങനെ ആസ്വദിക്കുകയാണ്. നല്ല ഗാർഡനാണ്, നല്ല ഭംഗിയുണ്ട് ഗാർഡനൊക്കെ കാണാനായിട്ട്. പക്ഷെ ഭയങ്കര വെയിലാണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ കയറി നിൽക്കുന്നത്. പിന്നെ ഇവിടെയും ചെറിയ ചെറിയ മുറികളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ചെറിയ ചെറിയ മുറികൾ ഇതിനുള്ളിലുണ്ട്. അതിനകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ നടുമുറ്റം പോലെ നിറയെ ഗാർഡനുകൾ നമുക്ക് കാണാവുന്നതാണ്. റെഡ് കളറിലും ഉള്ള ചെറിയ ചെറിയ ചെടികൾ, നമ്മുടെ ഈ നാട്ടിലൊക്കെയുള്ള ചെടികൾ തന്നെയാണ്. ഈ ചെറിയ ചുമലച്ചീര എന്ന് പറയും, ചെറിയ ഈ പരന്ന് വളരുന്ന ഗാർഡനിലൊക്കെ വളരുന്ന ചീര, അതുപോലത്തെ ചെടികളാണ്. അതുതന്നെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ അറിയാം. പിന്നെ അത് വെട്ടി ഷേപ്പാക്കി ഒരു പ്രത്യേക ഷേപ്പിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി പ്രത്യേകത തന്നെയാണ്. പിന്നെ നമ്മൾ ആ കാണുന്ന അതിൻ്റെ എല്ലാം ഈ താജ്മഹലിനോടനുബന്ധപ്പെട്ട കോട്ടകളാണ് കാണുന്നത്. അതിൻ്റെ എല്ലാം മുകളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഗാർഡനാണ്. കാരണം നല്ലൊരു പ്രത്യേക സൗന്ദര്യമുണ്ട് ഈ ഗാർഡൻ കാണുമ്പോൾ. എല്ലാവരും അതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിച്ച് അതിനുള്ളിൽ ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല, അതിനൊന്നും അലൗഡ് അല്ല. പിന്നെ നമ്മൾക്ക് അതിൻ്റെ വെളി സൈഡിലിരുന്ന് ഫോട്ടോ എടുക്കാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ കയറി. അപ്പോൾ ഒരുപാട് ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന്, ഈ കോട്ടയിൽ നിന്ന് തന്നെ നമുക്ക് റെഡ് ഫോർട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് താജ്മഹൽ കാണാവുന്നതാണ്. ഇവിടെ ഇരുന്നായിരുന്നു ഷാജഹാൻ താജ്മഹൽ വീക്ഷിച്ചുകൊണ്ടിരുന്നത്. അതിന് ചെറിയ ചെറിയ കിളിവാതിലുകളൊക്കെ നമുക്ക് കാണാം. ഏത് കിളിവാതിലിൽ കൂടെ നമുക്ക് നോക്കിയാലും അതാണ് അതിൻ്റെ പ്രത്യേകത. താജ്മഹലിനെ നമുക്ക് കാണാൻ പറ്റും. ഏത് വാതിൽ കൂടെ നോക്കിയാൽ, ഏത് കിളിവാതിൽ കൂടെയും നോക്കിയാൽ നമുക്ക് താജ്മഹൽ വ്യക്തമായിട്ട് കാണാം. അതുപോലെ തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ഷാജഹാന്റെ ശരിക്കുമുള്ള കോട്ട. ഇവിടെ ചുറ്റും കിളിവാതിലുകളാണ്. ഇതും താജ്മഹലും അടുത്തടുത്തായിട്ടാണ്, അതായത് അങ്ങനെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഝാൻസി റാണിയുടെ കോട്ട പോലെ തന്നെയാണ്. എനിക്കതിൽ നിന്ന് ഒരു വ്യത്യാസവും തോന്നിയിട്ടില്ല. ഈ റെഡ് ഫോർട്ടിന്റെ
കവാടങ്ങളും കോട്ടകളും നിർമ്മാണ രീതികളും എല്ലാം നമ്മുടെ ഝാൻസി റാണിയുടെ കോട്ട പോലെ തന്നെയാണ്. പിന്നെ കുറച്ച് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിൽ റെഡ് കളറിലുള്ള മാർബിൾസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഷാജഹാൻ്റെ കോട്ട. അത്രയേ ഉള്ളൂ, അത് അത്രയും വ്യത്യാസമേ ഉള്ളൂ. പിന്നെ കൂടുതൽ ചിത്രപ്പണികളും ഉണ്ട്. മറ്റേത് റെഡ് കൊണ്ടുള്ള കല്ലുകൊണ്ട് കെട്ടിയതാണ്. പക്ഷെ കിടങ്ങുകളും യുദ്ധത്തിനുള്ള സജ്ജീകരണങ്ങളും എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ചെറിയ കിളിവാതിലൂടെ താജ്മഹലിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് ചെറിയ ചെറിയ മുറികളാണ് അദ്ദേഹത്തിൻ്റെ ഭടന്മാർക്കും യുദ്ധത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ചെറിയ ചെറിയ കോട്ടകളും കിളിവാതിലുകളും ഒക്കെയാണ്. ഇഷ്ടംപോലെ നമുക്ക് കാണാനുണ്ട്. പ്രത്യേക സംവിധാനങ്ങൾ അതിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതാണ് അതിൻ്റെ ഒരു രസം. പിന്നെ കൂടുതൽ ഷൂട്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ പോയ ഭാഗങ്ങളൊക്കെ അവർ റെഡിയാക്കുന്നുണ്ട്. എന്നാലും പൂർണ്ണമായിട്ടൊന്നും റെഡിയാക്കാനൊന്നും പറ്റത്തില്ല. എല്ലാവരും ഇവിടെ നിന്ന് താജ്മഹൽ വീക്ഷിക്കുകയാണ്. എത്ര ഭംഗിയാണ് താജ്മഹൽ! ഇവിടെ നിന്ന് കാണുമ്പോഴാണ് താജ്മഹലിൻ്റെ ശരിക്കുമുള്ള ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഉള്ളിലോട്ട് കയറുന്നത് ഇതിൽ ഷാജഹാനുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കവാടത്തിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഇതുപോലെ തന്നെ കുറച്ച് വെള്ള കളറിലുള്ള മാർബിൾസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. തറയും ഭിത്തിയും എല്ലാം അങ്ങനെ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രപ്പണികളൊക്കെ താജ്മഹലിലെ അതേ ചിത്രപ്പണികളൊക്കെ തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് താജ്മഹലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുഗൾ ചക്രവർത്തിമാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ആ മ്യൂസിയത്തിലുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും എന്തായിരുന്നു മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്ത് നടന്നിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അവരുടെ കണ്ടുപിടുത്തങ്ങളും കലയെ എത്രത്തോളം അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നും ഒക്കെ നമുക്ക് വളരെയധികം വ്യക്തമാണ്. അവരുടെ പുതിയ പുതിയ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അതിലുണ്ട്. അവരുടെ ഒരു ചെറിയ എഴുത്തുകൾ പോലും അതിൽ പോലും ചിത്രപ്പണികളാണ്. അതായത് അതിൽ പൂശിയിരിക്കുന്ന നിറങ്ങൾ പോലും നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അതുപോലെയാണ് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് താജ്മഹൽ കാണാം. അതാണ് വേറൊരു പ്രത്യേകത. അതുപോലെ പരന്ന് കിടക്കുകയാണ് ആ സ്ഥലങ്ങളെല്ലാം. പിന്നെ ഞാനിപ്പോൾ പോകുന്നത് ചെറിയ ചെറിയ മുറികളാണ്. അത് ഷാജഹാൻ്റെ വിശ്രമ മുറികൾ, പിന്നെ പാട്ട് കേൾക്കുന്ന മുറികൾ, പിന്നെ ഭക്ഷണം കഴിക്കുന്നത്, അങ്ങനെയുള്ള പല പല ചെറിയ ചെറിയ മുറികളുണ്ട്. അതെല്ലാം ഷാജഹാൻ ഉപയോഗിച്ചിരുന്ന ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന മുറികളാണ്. അതിലെ സാധനങ്ങളെല്ലാം ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ, പിന്നെ പാനീയങ്ങൾ കുടിക്കാനുള്ള പാത്രങ്ങൾ, അതെല്ലാം എടുത്ത് മ്യൂസിയത്തിൽ വെച്ചിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് മ്യൂസിയത്തിൽ ചെന്നാൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു റൂമുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ വളരെ വൃത്തിയായിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. താജ്മഹലിൻ്റെ ചിത്രപ്പണികൾ എങ്ങനെയൊക്കെ ചെയ്തോ അതുപോലൊക്കെ തന്നെയാണ് ഷാജഹാൻ്റെ കോട്ടയും നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. എല്ലാം ഒരുപോലെ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ചിത്രപ്പണികൾ, അത് കല്ലുകളിൽ ചെയ്തിരിക്കുന്ന ചിത്രപ്പണികളുണ്ടോ, എനിക്ക് തോന്നുന്നു അതൊരു പല കളറിലുള്ള മാർബിൾസ് ഉപയോഗിച്ചാണ് അവർ വെട്ടിയെടുത്താണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഒരു ചാര കളറും റെഡ് കളറിലുള്ള മാർബിൾസൊക്കെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും അതിശയം തന്നെയാണ്. അങ്ങനത്തെ മാർബിളിൻ്റെ കളർ, അതായത് അവിടെ കളറ് പൂശിയിരിക്കുന്നതല്ല സത്യം പറഞ്ഞാൽ, അതിൻ്റെ ആ മാർബിൾസ് പല കളറിലുള്ള മാർബിൾസ് കൊണ്ടുവന്ന് വെട്ടി നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജഹാംഗീറിനെ കെട്ടിയിട്ടിരുന്ന സ്ഥലമാണ് ആ കാണിച്ചിരിക്കുന്നത്. ജഹാംഗീറിനെ കെട്ടിയിട്ടിരുന്ന ആ സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയായിരുന്നു അദ്ദേഹത്തെ കെട്ടിയിട്ടിരുന്നത്. ഷാജഹാൻ്റെ അവിടെ ബന്ധനസ്ഥനാക്കുമായിരുന്നു ഷാജഹാനെ സത്യത്തിൽ. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ആണിയാണ് അവിടെ ഇരിക്കുന്നത്. ആ ആണിയിൽ ജഹാംഗീർ ഷാജഹാനെ ബന്ധനസ്ഥരാക്കുകയായിരുന്നു. പിന്നെ ചെറിയ ചെറിയ പടവുകളുണ്ട്. ആ പടവുകൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ ചെറിയ ചെറിയ കിളിവാതിലുകൾ, പിന്നെ ചെറിയ ചെറിയ കോട്ടകൾ പോലുള്ള ചെറിയ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. അതിൽ കൂടെ
ഉള്ളിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. അതിലൊന്നും കാണാനൊന്നുമില്ല, ചെറിയ ചെറിയ കോട്ടകൾ മാത്രമേ ഉള്ളൂ, റൂമുകൾ. പക്ഷേ എല്ലാം ഒരു വൈറ്റ് കളറാണ് മൊത്തത്തിൽ. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ വെള്ളം നമുക്ക് കുടിക്കാനൊരു കുപ്പിയിൽ വെള്ളം കൊണ്ട് പോകണം. അവിടെ വെള്ളമൊന്നും കിട്ടത്തില്ല, നമ്മൾ കുപ്പിയിൽ വെള്ളമായിട്ട് വേണം. അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലൊന്നും അവിടെ എറിഞ്ഞേച്ച് പോകാനൊന്നും പറ്റത്തില്ല. അതുപോലെ വൃത്തിയാണ് അവരുടെ കോട്ടകളൊക്കെ, അവരുടെ ആ ഗാർഡനൊക്കെ അവർ സൂക്ഷിച്ചേക്കുന്നത് അതുപോലെ വൃത്തിയിലാണ്. അതൊന്നും നമ്മളെ കൊണ്ട് വൃത്തികേടാക്കാനൊന്നും അവർ സമ്മതിക്കത്തില്ല. പിന്നെ നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ശരിക്കും അവിടെ നിന്ന് നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ വെയിലാണ്. സൂര്യപ്രകാശം, നല്ല സൂര്യപ്രകാശം, നല്ല ചൂടാണ്. നമ്മൾ അവിടെ മണ്ഡപത്തിനകത്തൊക്കെ കയറി നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. എല്ലാവരും വിശ്രമിക്കുകയാണ്, വെയിൽ കാരണം ഒട്ടനവധി പേര് വിശ്രമിക്കുകയും ഉറങ്ങുകയും. നല്ലതാണ്, അവിടെ കിടന്ന് ഉറങ്ങാനൊക്കെ നമുക്ക് തോന്നും. സായിപ്പുമാരും മദാമ്മമാരും ഒക്കെ വന്നിട്ടുണ്ട്, അവരൊക്കെ അവിടെ വിശ്രമിക്കുകയാണ്, ഉറങ്ങുകയൊക്കെയാണ്. കിടന്ന് കുറച്ചു നേരം നമുക്ക് ഉറങ്ങാൻ തോന്നും. അതുപോലെ ഷാജഹാൻ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ആ മണ്ഡപങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ കണ്ടു കഴിഞ്ഞ് വിശ്രമിക്കാനും റെസ്റ്റ് എടുക്കാനും, നമ്മുടെ വിശ്രമം പൂർണ്ണമായിട്ടും വിശ്രമിച്ച് നമുക്ക് തിരിച്ചു പോകാനും പറ്റത്തക്ക രീതിയിലാണ് അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അവരുടെ മീറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പീഠമാണ്. ഇവിടെയാണ് ഇവരിരുന്ന് മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ പീഠമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ പുറമേ നിന്ന്